ഗോപി, ഈ വേശ്യയുമായിട്ടുള്ള ശപഥം നിറവേറ്റാൻ വന്നതാണ്. എന്താണെന്ന് അറിയില്ല. കണ്ടോ, ഏതൊരു സ്ത്രീയും എന്നെ ഇത്രയധികം ആകർഷിക്കും. ഇങ്ങോട്ട് പാടി. ദാ പോകുന്നു ഞങ്ങളുടെ മാറ്റു ബിസിനസിന്റെ മുതലാളി. അങ്ങേര് തന്നെ ഞങ്ങളുടെ മുതലാളി. ഇതോ ആ ചുവന്ന ഷർട്ട് ഇട്ടിട്ട് പോകുന്നത് അങ്ങേരാണ്. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അയ്യോ,
അയാളോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല മറിയ, ഞാൻ ഒന്നും പറഞ്ഞില്ല. അയ്യോ, ആരും അവിടെ കിടക്കുന്നില്ല. അയ്യോ, ആ നമ്മുടെ ഗോപിയേട്ടനല്ലേ? അയ്യോ, എന്ത് പറ്റി? അയ്യോ, ചോര വരുന്നല്ലോ. ഇതൊന്നും പോരാടി, ഇവൻ ചെയ്തിട്ടുള്ള പാവങ്ങൾക്ക്. ചാവട്ടെ, വെണ്ടുപിടിയൻ. അയ്യോ, എന്റെ കൺമുന്നിൽ വെച്ച് നിനക്ക് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ പോലെ മാറ്റി. ഞാൻ ആലോചിക്കുന്നത് അതല്ല, നമ്മളെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ എന്നാണ്. എല്ലാം എന്റെ തെറ്റാണ്. ഞാൻ ഗോപിയുടെ വീട്ടിലേക്ക് പോകാം. നീ എന്താ പറഞ്ഞേ? ഗോപിയുടെ വീട്ടിൽ പറയാൻ? 2000 രൂപയ്ക്ക് വേണ്ടി ഞാൻ പലരെയും സമീപിച്ചു, കിട്ടിയില്ല. വേലുവേട്ടന് ജോലി കിട്ടാതെ പോകുമോ എന്നുള്ള വെപ്രാളത്തിൽ അവസാനം എനിക്ക് ഗോപിയോട് തന്നെ ചോദിച്ചു വാങ്ങേണ്ടി വന്നു. നീ എന്തായി പറഞ്ഞത്? ഗോപിയുടെ പണം വാങ്ങിയെന്നോ? നീ എന്താ മാലതി കാണിച്ചത്? ഓ ദുഷ്ടനെ ഞാൻ ഇല്ല. ആ 2000 രൂപ മടക്കി കൊടുത്തിട്ട് ഇനി മറ്റെന്ത് കാര്യമുണ്ട്? ഞാൻ അവശനായി കിടന്നപ്പോൾ ഒരു സ്ത്രീക്കും എന്നോട് സഹതാപം തോന്നിയില്ല. എല്ലാവരും എന്നെ കാർക്കിച്ചു തുപ്പിക്കൊണ്ടാണ് പോയത്. സ്ത്രീവർഗത്തെ ഞാൻ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇന്നെന്നെ സ്നേഹിക്കാൻ നീ മാത്രമേ ഉള്ളൂ മറിയേ. ചേട്ടൻ കൂടുതൽ സംസാരിക്കണ്ട, ഉറങ്ങിക്കോളൂ. എങ്ങനെ ഉറങ്ങും? പോലീസ് നാലുപാടും എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരിട്ട് ചെന്ന് പോലീസിനോട് കുറ്റമേറ്റു പറഞ്ഞാൽ ചിലപ്പോൾ പിഴ മാത്രം അടച്ചാൽ മതിയാവും. ചേട്ടൻ ധൈര്യമായിരിക്കൂ. എന്ത് ചെയ്തിട്ട് കൈ കൊള്ളത്തില്ല. അല്ല, ഇതാരെ വേലു? വഴിതെറ്റി വന്നതായിരിക്കും. കല്യാണം കഴിഞ്ഞു, ആളങ്ങ് ഡള്ളായിപ്പോയല്ലോ വേലോട്ടാ. എനിക്ക് അത്യാവശ്യമായി 2000 രൂപ വേണം. 2000 രൂപ ചീട്ട് കളിച്ചുണ്ടാക്കാൻ വന്നതായിരിക്കും. തമാശ പറയടാ. എങ്ങനെയെങ്കിലും 2000 രൂപ ഉണ്ടാക്കും. എങ്ങനെയെങ്കിലും 2000 രൂപ. ഇങ്ങ് വാ, പറയട്ടെ. എന്താ? നമ്മുടെ കടപ്പുറത്ത് കിഴക്കേ അറ്റത്തൊരു ബംഗ്ലാവില്ലേ? നമ്മുടെ ശിവരാം മുതലാളിയുടെ? അതെ, അത് തന്നെ. അവിടെ ആരുമില്ല, എല്ലാവരും നാട്ടിൽ പോയിരിക്കും. അകത്ത് കടന്നു കിട്ടിയാൽ നല്ല കൊയ്ത്ത. 50-50. എന്തു പറയുന്നു? ഇന്ന് രാത്രി തന്നെ പോയിക്കളയാ. തടവിൽ കഴിഞ്ഞു, വിളി കേട്ടില്ലല്ലോ
സംഗീത കച്ചേരി വെറുതെ ഒന്ന് പാടിപ്പോയതാ സാറേ. നിർത്തി. ആരാണ്ടോ കാണാൻ വന്നിട്ടുണ്ട്. ആരാ? ഗോപിന്ന കണ്ട പറഞ്ഞു. കാണാൻ മനസ്സിലൊന്ന് പോയി പറ. ആവുമെങ്കിൽ അവന്റെ മുഖത്ത് കാക്കിച്ചൊരു തുപ്പും കൊടു. അതിനൊന്നും റൂളില്ലല്ലോ, ഗവൺമെന്റ് സർവന്റാ. കാണാൻ മനസ്സില്ല എന്ന് പറഞ്ഞു. കാണാൻ മനസ്സില്ലെങ്കിൽ അത് സാരമില്ല. ഞാനൊരു കത്ത് തരാം, അത് കൊടുത്തു. അയാള് ഞാൻ പറഞ്ഞത് കേട്ടില്ല. ഈ കത്ത് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ആര് വായിക്കാനാ? വേണമെങ്കിൽ ഞാൻ വായിക്കാം. ഓ, അതിന് റൂൾ ഉണ്ടായിരിക്കും. ദേവിയെ രമാൻ ഇവിടുന്ന് പോയി തരാം. നീ പണം കണ്ടിടാ, ഞാൻ പോയിക്കോളാം. ദീർഘായുസായിരിക്കട്ടെ. നല്ലത് വരട്ടെ. നീ ദീർഘായുസായിരിക്കട്ടെ. ദൈവം മോളെ അനുഗ്രഹിക്കും. എന്ത് നല്ല കുട്ടി, എന്ത് സുഖം. തനിക്ക് പോകാറും ഇത്ര പെട്ടെന്ന് ഇനി റൂൾസിലോ തന്നെ വെച്ചുകൊണ്ടിരിക്കാം. മാലതി, മാലതി, മാലതി. വരൂ ചേട്ടാ. ചേട്ടനെ പോലുള്ളവർ ഇനി ഇവിടെ വരാൻ പാടില്ല. അങ്ങനെ നോക്കാതെ ചേട്ടാ. ഞാൻ എന്താ ഉടുതുണിയില്ലാതിരിക്കുകയാണോ? ചേട്ടനോട് ഞാൻ കാശ് വാങ്ങിക്കില്ല. എന്താ മാലതി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ ചേട്ടനെ നന്നാക്കാൻ ശ്രമിച്ചു, ചേട്ടൻ എന്നെയും. പക്ഷെ എന്ത് ഫലം? ആഗ്രഹങ്ങൾക്ക് ഉണ്ടല്ലോ ഒരതിര്. ഈശ്വരൻ തലയിൽ എഴുതിപ്പോയില്ലേ. ദൈവത്തിന് പോലും ഇഷ്ടമില്ല. പിന്നെ എങ്ങനെ നടക്കും നമ്മുടെ കല്യാണം? അതല്ലേ തക്ക സമയം നോക്കി നിങ്ങളെ ജയിലിലേക്ക് അയച്ചിട്ട് എന്നെ വീണ്ടും ദൈവമാണോ വീണ്ടും ഇതിലേക്ക് അയച്ചത്? നാണമില്ല ഇങ്ങനെ പറയാൻ. എന്നാൽ നിങ്ങളാണ് വാങ്ങിയ കടം തിരിച്ചടയ്ക്കാതെയാണ് നിങ്ങൾ ജയിലിലേക്ക് പോയത്. ആ കടം ഞാൻ തിരിച്ചടച്ചു. എങ്ങനെ? വീണ്ടും സമ്പാദിച്ചു എന്ന് പറഞ്ഞ പോരെ? അവന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞ് ഞാൻ ആ കടം വീട്ടി. വേണ്ട ചേട്ടാ, വീണ്ടും അതും ഇതുമൊക്കെ പറഞ്ഞ്
എന്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ വളർത്തണ്ട. പക്ഷേ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ ഓർമ്മയിൽ അതൊരു സുഖസ്വപ്നം പോലെ കിടക്കും. ആ കൂടിപ്പോയാൽ 8-10 കൊല്ലം കൂടി. മാർക്കറ്റുള്ളവരെ അങ്ങനെ കഴിഞ്ഞുകൊള്ളൂ. നമ്മുടെ കുഞ്ഞെവിടെ? കുഞ്ഞോ? ഗോപിയോട് പോയി ചോദിച്ചു നോക്കൂ. ഗോപിയോടോ? അതെ, ആ ദ്രോഹിയല്ലേ എന്റെ കുഞ്ഞിനെ കൊന്നത്. എന്താ മാലതി പറയുന്നത്? ഗോപി നമ്മുടെ കുഞ്ഞിനെ കൊന്നോ? ഗർഭിണിയായിരുന്ന എന്നെ ചേട്ടന്റെ മുമ്പിൽ വെച്ചല്ലേ ആ ദുഷ്ടം നശിപ്പിച്ചത്. അത് കഴിഞ്ഞ് ചേട്ടൻ ജയിലിൽ പോയി. നമുക്കൊരു കുഞ്ഞ് ജനിച്ചു. പക്ഷേ ജീവനില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം, തന്റെ ആരാണെന്ന് ആർക്കും യാതൊരു സംശയവും തോന്നാത്ത മാതിരി കുഞ്ഞ് ചേട്ടനെ പകർത്തി വെച്ചതുപോലായിരുന്നു. അടുത്ത ജന്മത്തിലെങ്കിലും ദൈവം നമ്മളെ ഒന്ന് ചേർക്കട്ടെ. പക്ഷെ ഗോപിയെ പോലുള്ള ദുഷ്ടന്മാരുള്ളവരെ നമുക്കൊരുമിച്ച് ജീവിക്കാൻ കഴിയില്ല ചേട്ടാ. ഒരുമിച്ച് കഴിയാൻ വേലോട്ടാ, വേലോട്ടൻ എപ്പോ വന്നു? ചേട്ടാ, ചേട്ടാ, ചേട്ടാ എപ്പോ വന്നു ചേട്ടാ? ചേട്ടാ, വേലുവേട്ടൻ ജയിലിൽ നിന്ന് എപ്പോ തിരിച്ചു വരുമെന്ന് ഗോപിയേട്ടൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നുമല്ല, വളരെയധികം മാറിയിട്ടുണ്ട്. ചേട്ടാ, ഞങ്ങളുടെ കല്യാണക്കാരിയൊന്നും അറിഞ്ഞില്ലല്ലോ. ചേട്ടനോട്
മാപ്പ് ചോദിക്കാനാണ് അന്ന് ജയിലിൽ വന്നത്. പക്ഷേ ചേട്ടൻ കാണാൻ പോലും സമ്മതിച്ചില്ലല്ലോ. അതുകൊണ്ടാണ് കത്ത് കൊടുത്തു വിട്ടത്. ചേട്ടൻ അതുപോലും വായിച്ചില്ലല്ലോ. ചേട്ടാ, എനിക്കിപ്പോൾ 3 മാസമാ. എന്നെ ചേട്ടൻ അനുഗ്രഹിക്കണം. ചേട്ടൻ എന്തിനാ കരയുന്നത്? ഞാൻ എന്റെ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതല്ലേ. ദാ, 1 മിനിറ്റ് ഇരിക്കൂ. ഇപ്പൊ കുളി കഴിഞ്ഞു കാണും. ഞാൻ വിളിച്ചോണ്ട് വരാം. മര്യാദയ്ക്ക് കാശെടുത്തോ, ഇല്ല നിന്റെ മാനം കെടുത്തി കളയും. കൈയെടുക്കടി. ആദ്യം കാശെടുക്കടാ, പിന്നെ കൈയെടുക്കാം. കേട്ടോ സാറന്മാരെ, എന്റെ അടുക്കൽ പല്ലും കാണിച്ചു വന്നിട്ട് എന്നെ പറ്റിച്ച് കാശ് കൊടുക്കാതെ പോകാൻ നോക്കുന്നു. തണ്ടി, എടാ പട്ടി. എന്താണത്? മാറി നിൽക്കണേ. എന്താടി ഇവിടെ? അല്ല സാറ് തന്നെ ഒന്ന് ചോദിക്കണം. കാശില്ലെങ്കിലേ മൂടിപ്പാച്ചടന്ന് ഉറങ്ങണം. പെണ്ണ് പിടിക്കാൻ നടക്കുന്നു കാശില്ലാതെ. ഇവിടെ പിടിച്ച് വണ്ടി കയറ്റ്. ആ ശരി, കൊണ്ടുപോയി നല്ല 4 ഇടി കൊടുക്കണം സാറേ. ആ, നീ നടക്ക്. അല്ല, ഞാൻ വന്നേക്കാം. ഇതുപോലെ 4 പേരുണ്ടെങ്കിൽ എന്റെ കച്ചവടം പൊളിഞ്ഞത് തന്നെ. വ്യഭിചാര കുറ്റത്തിന് ആണുങ്ങളെ പിടിക്കാറില്ലല്ലോ. വേലുവേട്ടൻ ഞാൻ ഗോപിയെ കൊന്നു. കൊന്നോ? കൊള്ളാം. ഇനിയെങ്കിലും നമുക്കൊരുമിച്ച് ജീവിക്കാമെന്നായിരിക്കും അല്ലേ?